ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്ന് ഓഗസ്റ്റ് 30 വെള്ളിയാഴ്ച. വേർഡ് ഓഫ് ഗോഡ് ടുഡേ. ഈ 3-ാം മണിക്കൂറിലേക്ക് ദൈവം നമുക്ക് തരുന്ന ചിന്ത ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് നാം ഇവിടെ കാണുക. നമ്മളും അവൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുക്കേണ്ടവരാ. അവൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നവരാ. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാ. നമുക്ക് മറുവിലയായി അവൻ കൊടുത്തത് അവൻ്റെ ജീവരക്തമാണ്. ദൈവമക്കളുടെ പദവിയിലേക്ക് അവൻ നമ്മെ ഉയർത്തിയത് അവൻ്റെ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം കൊടുക്കുവാനാണ്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് നമ്മളെ പഠിപ്പിച്ച പുണ്യതമ്പുരാൻ്റെ കരങ്ങളിൽ നാം പൂർണ്ണമായിട്ടും അമർന്നിരുന്ന് അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ് ഈ 4 അനുഗ്രഹങ്ങൾ. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. 2, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 3, നിന്റെ പേര് മഹത്തരമാക്കും. 4, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ വിളിയിലേക്ക് നമുക്ക് ഉയരാം. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധിയുടെ ഉറവിടങ്ങളാക്കാൻ നമുക്ക് ശ്രമിക്കാം. അവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് നിറയുന്നത്. അവൻ്റെ വിളിക്കനുസരിച്ച് പ്രത്യുത്തരം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ നാം ഒരുങ്ങുമ്പം തീർച്ചയായിട്ടും ആ വിശുദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. മാതാവിനെ പോലെ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായി തീരാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ.